ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതൊരു സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഷുവറായിട്ട് തെറ്റിക്കാതെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പം മിസ് ഇത് ഇവിടെ തന്നെ മിസ്സിൻ്റെ 2 ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരെ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോയും ഒന്ന് വളരെ ക്ലോസപ്പിൽ കുറച്ച് അടുത്ത് നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോയാണ്. അപ്പം മിസ് എന്തിനാണ് മിസ്സിൻ്റെ ഈ 2 തരത്തിലുള്ള ഫോട്ടോ വെച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ഉപയോഗിച്ച് എൻ്റെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളെ കണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ അടുത്തുള്ളൊരു വസ്തുവിനെ നോക്കുമ്പോഴും എന്താണ് ആ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മൾ കണ്ണിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ഫോക്കൽ ലെങ്ത് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കറക്റ്റ് റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു കഴിവാണ്. അത് കണ്ണിന് ഈ ഒരു കഴിവ് കിട്ടാൻ കാരണം 3 ആൾക്കാരാണ്. ആ 3 ആൾക്കാരാണ് ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ്, രണ്ടാമത്തത് നമ്മുടെ കണ്ണിനെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ, മൂന്നാമത്തത് നമ്മുടെ സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ. ഈ 3 ആൾക്കാരുടെ ആക്ടിവിറ്റീസ് ചേർന്നിട്ടാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ദൂരെ നിന്ന് നോക്കുമ്പോഴും അടുത്ത് നിന്ന് നോക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്കിത് ഈ ഒരു സെയിം ഇമേജ് വെച്ച് തന്നെ പഠിക്കാം. അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അല്ലേ മിസ്, ദൂരെ നിൽക്കുമ്പോൾ എന്താണ് ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ദൂരെ നിൽക്കുന്ന സമയത്ത് മിസ് എങ്ങനെ ഇരിക്കണേ? വെലിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ എൻ്റെ മക്കൾ ആലോചിച്ചാൽ മതി. ദൂരെ നിന്ന് നോക്കുമ്പം നമ്മുടെ ലെൻസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ തിന്നായിരിക്കും. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലെൻസിൻ്റെ ആ ഒരു കർവേച്ചർ, ഇതിന് നമ്മൾ എന്താ പറയുക? കർവേച്ചർ അല്ലെങ്കിൽ വക്രത എന്നാണ് പറയുക. അപ്പോൾ ഈ കർവേച്ചർ അല്ലെങ്കിൽ വക്രത എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അത് കിട്ടിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ലെൻസിൻ്റെ കർവേച്ചർ ഇങ്ങനെ കുറഞ്ഞിരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇത് തിന്നാവും അല്ലേ. അപ്പോൾ ഇവിടെ 2 സൈഡിൽ ആരാ ഉള്ളത്? നമ്മുടെ ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കളാണ്. അപ്പോൾ ഈ ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ ഇതിനെ വലിച്ചപ്പോഴാണ് ലെൻസ് തിന്നായത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്യും അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ വലിയും എന്ന് എഴുതാം. സ്ട്രെച്ച് ചെയ്യും, വലിയും. അപ്പം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പേശികൾ അല്ലെങ്കിൽ ഒരു മസിൽ വലിയുന്ന സമയത്ത് മറ്റേ ആൾ റിലാക്സ് ചെയ്യും. നമ്മളതിന് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് അല്ലെങ്കിൽ പ്രതിദ്വന്ദ്വി പേശികൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ആരാ ഇരിക്കുന്നത്? നമ്മുടെ സീലിയറി മസിൽസ് ആണ്. അപ്പോൾ സീലിയറി മസിൽസ് ഇവിടെ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. എല്ലാം കിട്ടിയില്ലേ? നമ്മളൊരു ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും അല്ലെങ്കിൽ അയയും. അപ്പം മിസ് ദൂരെ നിൽക്കുമ്പോൾ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അത് ആലോചിച്ചിട്ട് നമ്മുടെ ലെൻസിനെ അതേപോലെ കാണാം. ലെൻസ് മെലിഞ്ഞിരിക്കും. മെലിഞ്ഞിരിക്കാൻ കാരണം 2 സൈഡിൽ നിന്ന് ലിഗമെൻറ്റ്സ് വലിച്ചതാണ്. അപ്പോൾ ഒരാൾ വലിച്ചപ്പോൾ മറ്റേ ആൾ റിലാക്സ് ചെയ്യും. കിട്ടി. ഇനി ഇതാ മിസ്സിന് അടുത്ത വന്ന ഫോട്ടോ എടുത്തപ്പോൾ മിസ് ഇങ്ങനെ വീർത്തിരിക്കുന്നു അല്ലേ. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ, നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമ്മുടെ ലെൻസും ഇങ്ങനെ വീർത്തിരിക്കും. ലെൻസിൻ്റെ കർവേച്ചർ അപ്പം എന്ത് ചെയ്യും മക്കളെ? കൂടും. കർവേച്ചർ കൂടും, കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലെൻസ് ഇങ്ങനെ തിന്നായിരിക്കാൻ കാരണം 2 സൈഡിൽ നിന്നും വലിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇത് തിക്കായിരിക്കാൻ കാരണം അല്ലെങ്കിൽ കർവേച്ചർ കൂടാൻ കാരണം ഇവിടെ ഒരാൾ വലിച്ചിട്ടില്ല. അതായത് ഇയാൾ സ്ട്രെച്ച് ചെയ്യാതെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഈ സ്നായുക്കൾ അല്ലെങ്കിൽ ഈ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്യാണ്? അയഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ റിലാക്സ് ചെയ്താൽ മറ്റേ ആൾ പണിയെടുക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ സീലിയറി മസിൽസ് എന്ത് ചെയ്യും മക്കളെ? സീലിയറി മസിൽസ് ഇവിടെ സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വലിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴും അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴും എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായില്ലേ? ഇത് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ആണ്. ഇത് എങ്ങനെയാണ് മിസ്സിന് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായത്? കാരണം ലെൻസിൻ്റെ കർവേച്ചർ നോക്കിക്കേ, കുറവാണ്, തിന്നാണ് ലെൻസിൻ്റെ കർവേച്ചർ. അപ്പോൾ സീലിയറി മസിൽസ് ഉണ്ടോ? റിലാക്സ് ചെയ്തു. കാരണം ഇവിടെ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എൻ്റെ കുട്ടികൾക്ക് പറയാൻ പറ്റില്ലേ? ഇവിടെ ലെൻസിൻ്റെ കർവേച്ചർ എന്താണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിഗമെൻറ്റ്സ് എന്താണ് ചെയ്തത്? ഈ സീലിയറി മസിൽസ് എന്താണ് ചെയ്തതെന്നുള്ളത് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലിഗമെൻറ്റ്സിന് മിസ് എക്സ് എന്നും നമ്മുടെ സീലിയറി മസിൽസിന് എക്സ് എന്നും
ലിഗമെന്റ്സിന് മിസ് വൈ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഇപ്പം മിസ് പറഞ്ഞ് ഈ കോഡ് വെച്ചിട്ട് എൻ്റെ കുട്ടികൾ എന്ത് പറയുക, നമ്മുടെ സീലിയറി മസിൽസ് എന്താണ് ചെയ്യുന്നത്, സ്ട്രെച്ച് ചെയ്യുകയാണോ റിലാക്സ് ചെയ്യുകയാണോ, അയയാണോ അതോ വലിയാണോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്നായുക്കളല്ലേ ലിഗമെന്റ്സ് എന്താണ് ചെയ്തത് എന്നുള്ളത് തന്നെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഈസി ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ അത് മിസ്സിനെ അറിയിക്കുക. ആൻഡ് ഇതേപോലെ നമ്മുടെ കണ്ണിൻ്റെ ചാപ്റ്റേഴ്സും ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, നമുക്ക് ലൈവ് ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ജോയിൻ ചെയ്യുന്ന മക്കൾക്കാണെങ്കിൽ ഈ ലൈവിൻ്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ് ഉണ്ട്, പിന്നെ എൻ്റെ മക്കൾക്ക് നോട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ ചാപ്റ്റേഴ്സ് ഇത്തവണ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതാണല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് പഠിക്കാനുള്ള ഒരു ചാൻസ് ആണ് മക്കളെ ഉള്ളത്. താല്പര്യമുള്ള മക്കൾ താഴെയിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലിഗമെന്റ്സ് എന്ത് ചെയ്യും, സീലിയറി മസിൽസ് എന്ത് ചെയ്യും. ഓക്കെ.